എറണാകുളം ജില്ലയിൽ സിറ്റിംഗ് സീറ്റ് കൂടാതെ ഇടതുമുന്നണിക്ക് കൂടുതൽ സീറ്റ് നേടാനാണ് വൈപ്പിനിൽ നിന്നുള്ള തന്നെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കുന്നതെന്ന് ഇടതു സ്ഥാനാർത്ഥി കെ.എൻ. ഉണ്ണികൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പരാജയ ഭീതി കൊണ്ടാണ് കെ ബാബു മത്സരിക്കാത്തതെന്നും ബി.ജെ.പി വോട്ടുകൾ ഇത്തവണ കുറയുമെന്നും കെ.എൻ. ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. വൈപ്പിൻ എം.എൽ.എ. ആയിരുന്ന കെ.എൻ. ഉണ്ണികൃഷ്ണൻ ഇത്തവണ മത്സരിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. കെ.എൻ. ഉണ്ണികൃഷ്ണൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. മണ്ഡലം മാറി മറ്റൊരിടത്തേക്ക് വരുന്നു തൃപ്പൂണിത്തുറ, പക്ഷേ അങ്ങേക്ക് പരിചിതമായ ഒരിടം കൂടിയാണ്. എങ്ങനെയാണ് തൃപ്പൂണിത്തുറയിൽ ഇടതുപക്ഷത്തിന്റെയും ഒപ്പം തന്നെ അങ്ങയുടെയും ഒരു സാധ്യത അങ്ങ് നോക്കിക്കാണുന്നത്? തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വലിയ സാധ്യതയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഈ 5 കൊല്ലക്കാലം, ഏറ്റവും ഒടുവിലത്തെ 5 കൊല്ലക്കാലത്തെ UDF-ന്റെ പ്രതിനിധിയുടെ പെർഫോമൻസ് വളരെ മോശമാണ്. ബി.ജെ.പിക്ക് കാര്യമായ വോട്ട് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അത് ആർക്കായിരിക്കും ദോഷം ചെയ്യാൻ പോകുന്നത്? ബി.ജെ.പിയുടെ വോട്ട് ഇത്തവണ കുറയും. കുറച്ച് വോട്ടുകളെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പിന്നെ പൊതുവെ നമുക്കൊരു അപകടകരമായ ഒരു ഭീഷണിയായി ചില സ്ഥലങ്ങളിലെല്ലാം ബി.ജെ.പിയുടെ വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് അത് പല ഘടകങ്ങളുണ്ടാകാം. പക്ഷേ ബി.ജെ.പി വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വോട്ട് കുറയും. എങ്കിലും 900 ശിഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ കെ ബാബുവിനുണ്ടായിരുന്നുള്ളൂ. ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ കൂടിയായിരുന്നു. ഇത്തവണ എങ്ങനെയായിരിക്കും? ഇത്തവണ അതിലെല്ലാം ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം ജയിക്കാൻ പോവല്ലേ, ഈ മണ്ഡലം പിടിക്കാൻ പോവല്ലേ. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. വളരെ മേജറായിട്ടുള്ള ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുറ്റുവട്ടമുള്ള എല്ലാ മണ്ഡലങ്ങളിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, വൈപ്പിനാണെങ്കിലും കൊച്ചിയാണെങ്കിലും തൊട്ടപ്പുറത്ത് കളമശ്ശേരി ആണെങ്കിലും അപ്പുറത്ത് അരൂര് മണ്ഡലമാണെങ്കിലും എല്ലാം കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴെല്ലാം സർക്കാരിന്റെ ഈ വികസന പദ്ധതികളൊന്നും ഇവിടെ അനുഭവപ്പെടാതെ അതിന് നേതൃത്വം കൊടുക്കാതിരുന്നതെല്ലാം ജനങ്ങൾ കാണുകയല്ലേ. ഒരു ചോദ്യം കൂടി, എന്തുകൊണ്ടാണ് അങ്ങ് വൈപ്പിൻ മണ്ഡലത്തിൽ നിന്നും മാറി തൃപ്പൂണിത്തുറയിലേക്ക് സ്ഥാനാർത്ഥിയാൻ തീരുമാനിച്ചത്? പാർട്ടി നിർദ്ദേശപ്രകാരം മാത്രമാണ്? അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ സ്ഥാനാർത്ഥിയാകണമോ വേണ്ടയോ എന്നുള്ളത് ഒന്നും വ്യക്തിപരമായ തീരുമാനമല്ല. അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കൂട്ടായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിന്റെ മനോധർമ്മം അനുസരിച്ച് അനുവദിക്കപ്പെടുന്ന ഒന്നല്ല. പിന്നൊന്ന്, മത്സരരംഗത്തേക്ക് സീറ്റുകൾ നൽകുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളാരും, കമ്മ്യൂണിസ്റ്റുകൾ ആരും അതൊരു സൗഭാഗ്യമായി കണക്കാക്കുന്നവരേ അല്ല. ഏത് സ്ഥാനമാനങ്ങളും ഏത് കാര്യങ്ങളും ചുമതലകളും എല്ലാം അതൊരു നിയോഗമായി, ചരിത്രത്തിന്റെ നിയോഗമായി കണക്കാക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും തൃപ്പൂണിത്തുറ, ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ 5 സിറ്റിംഗ് സീറ്റുകൾ അത് നിലനിർത്തുന്നതോടൊപ്പം ഈ ജില്ലയിലെ 2-3 പ്രധാനപ്പെട്ട സീറ്റുകൾ കൂടി കൂടുതൽ നേടാൻ കഴിയണമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ തൃപ്പൂണിത്തുറ മണ്ഡലം ഇത്തവണ UDF-ന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കണം എന്ന നിലയിൽ എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. വൈപ്പിനിൽ നിന്നും അദ്ദേഹത്തെ തൃപ്പൂണിത്തുറയ്ക്ക് മാറ്റിയത് കൂടുതൽ സീറ്റുകൾ എറണാകുളം ജില്ലയിൽ ഇടതുമുന്നണിക്ക് നേടുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അതിന് തനിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്.